നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഉന്നത വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി. പെട്രോളിയം ഊർജ്ജ രംഗങ്ങളിലെ സാഹചര്യം വിലയിരുത്തി. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് LPG എത്തി തുടങ്ങി. വാണിജ്യ സിലിണ്ടർ നൽകി തുടങ്ങാമെന്ന കേന്ദ്ര ഉറപ്പിനെ തുടർന്ന് നാളത്തെ സമരം ഒഴിവാക്കി ഹോട്ടൽ ഉടമകൾ. ശത്രുരാജ്യത്തിൻ്റെ ഒരു F-15 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ. യുദ്ധവിമാനം ഹോർമുസ് കടലിടുക്കിൽ തകർന്നു വീണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ. ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 മരണം. അപകടം സാങ്കേതിക പ്രശ്നം മൂലമെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള അവസാന ദിവസം നാളെ. പാലക്കാട് CPM BJP ഡീലെന്ന് ആവർത്തിച്ച് VD സതീശൻ. ആരോപണം തള്ളി CPM-ഉം BJP-യും. ധർമ്മടത്ത് CPM-ലെ ആര് വന്നാലും വിജയിക്കുമെന്ന് മുഖ്യമന്ത്രിക്കെതിരെ G. സുധാകരൻ. ഇടതുബന്ധം അവസാനിപ്പിച്ച് കാരാട്ട് റസാക്ക് വീണ്ടും ലീഗിൽ. CPM വിട്ട സ്മിത സുന്ദരേശൻ വർക്കലയിൽ BJP സ്ഥാനാർത്ഥി. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് PDP. ആഭ്യന്തര വിമാനയാത്രയ്ക്ക് നാളെ മുതൽ ചിലവേറും. ഡിസംബറിൽ ഏർപ്പെടുത്തിയ നിരക്ക് നിയന്ത്രണം വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചു. നാളെ മുതൽ വിമാന കമ്പനികൾക്ക് നിരക്ക് ഉയർത്താം. തീരുമാനം പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിമാന കമ്പനികൾ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. ഒമാനിൽ വാഹനം മിന്നൽ പ്രളയത്തിൽപ്പെട്ട് 3 മരണം. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. മരിച്ച മലയാളികൾ തൃത്താല സ്വദേശികളായ ഷംലയും യൂസഫും. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളും ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും വിതരണവും അവലോകനം ചെയ്തു. സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിലെ ഊർജ്ജ പ്രതിസന്ധിയും സംഭവ വികാസങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സംഘർഷം തുടരുന്നതിനിടയിൽ ശത്രുരാജ്യത്തെ ഒരു F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിന് സമീപം യുദ്ധവിമാനം തടയുകയും തുടർന്ന് മിസൈൽ ഉപയോഗിച്ച് തകർത്തതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമ പ്രതിരോധ സേനയുടെ കര-വ്യോമ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആധുനിക F-15 യുദ്ധവിമാനം ഇറാൻ ആക്രമിച്ചതെന്നാണ് അവകാശവാദം. ഒരു വീഡിയോയും ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം വിമാന നിർമ്മാണ രാജ്യമായ US-ൽ നിന്നോ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളിൽ നിന്നോ സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. US-ന് പുറമെ സൗദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവയുൾപ്പെടെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് F-15 വിമാനങ്ങളുണ്ട്. രാജ്യത്തെ പാചകവാതക ക്ഷാമം നേരിടുന്നതിനായി LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സസ് പൈനിയർ മംഗലാപുരം തുറമുഖത്തെത്തി. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തെ തുടർന്നുണ്ടായ ആശങ്കകൾക്കിടയിലാണ് കപ്പൽ എത്തിയത്. അമേരിക്കയിലെ ടെക്സസിൽ നിന്നാണ് LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സസ് പൈനിയർ മംഗലാപുരം തുറമുഖത്ത് എത്തിയത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം പാചകവാതകക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ പിക്സസ് പൈനിയർ എത്തിയത് ഏറെ ആശ്വാസകരമായി. 47,236 മെട്രിക് ടൺ LPG-യുമായി ചരക്ക് കപ്പൽ രാവിലെ 6 മണിയോടെയാണ് മംഗലാപുരം തുറമുഖത്ത് എത്തിയത്. മുൻഗണനാ വിഭാഗങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം കേന്ദ്ര സർക്കാർ 20% കൂടി വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ആകെ വിഹിതം 50% ഉയർന്നു. അമേരിക്കൻ കപ്പലിന് മുൻപായി റഷ്യൻ എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തി. കപ്പലിന്റെ വലിപ്പക്കൂടുതൽ കാരണം അത് തുറമുഖത്ത് അടുപ്പിക്കാനായില്ല. തുറമുഖത്ത് നിന്നും 18 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. സിംഗിൾ പോയിന്റ് മോറിംഗ് സംവിധാനം വഴി പൈപ്പ് ലൈനിലൂടെ എണ്ണ മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ എത്തിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് നാളെ നടത്താനിരുന്ന ഹോട്ടൽ ഉടമകളുടെ സമരം ഒഴിവാക്കി. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് കമ്മീഷണർ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് സമരം നിർത്തിവെച്ചത്. ചർച്ചയിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് വന്നതോടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സമരം മാറ്റിവെക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഹോട്ടലുകളെ അവശ്യ സേവനമായി പരിഗണിക്കാമെന്നും 20% LPG ലഭ്യമാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പിന് ഇനി 18 ദിവസം മാത്രം ശേഷിക്കെ ഡീൽ ആരോപണവുമായി മുന്നണികൾ. കേരളത്തിൽ CPM BJP ഡീലെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. 10 സീറ്റുകളിലാണ് ഇത്തരത്തിൽ ഡീൽ ഉറപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. BJPയെ ജയിപ്പിക്കാനാണ് പാലക്കാട് CPM ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഡീൽ ആരോപണം തള്ളി CPM BJP നേതാക്കൾ രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിന്റെ പിരിമുറുക്കം കൂടിയതോടെ അടിയൊഴുക്കിന്റെ ഡീൽ അന്വേഷിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. കേരളത്തിൽ CPM BJP ഡീലെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. പാലക്കാട് UDFന്റെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥിയെ LDF നിർത്തിയത് BJPയെ സഹായിക്കാനാണെന്നാണ് സതീശന്റെ ആരോപണം. 10ഓളം സീറ്റുകളിൽ ഈ ഡീൽ നടക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കച്ചവടക്കാരനാണെന്നും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നും VD സതീശൻ വിമർശിക്കുന്നു. UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാലും ഇഷ്ടമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. ഡീൽ തകരുമെന്നും കേരളത്തിൽ UDF അനുകൂല തരംഗമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും പറയുന്നു. G സുധാകരനെതിരായ വിമർശനം മുഖ്യമന്ത്രിയുടെ തനി നിറം വ്യക്തമാക്കുന്നതാണെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൽ UDFന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പാലക്കാട്ടെ BJP CPM ഡീൽ ആരോപണത്തിൽ പ്രതികരിക്കാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ഇലക്ഷനാണ് ഇത്. ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ, ചിലപ്പോൾ മാധ്യമങ്ങളുണ്ടാക്കിയ ചില വാർത്തകളല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇലക്ഷനാണ്. വളരെ യോജിപ്പാണ്, വളരെ ശക്തമായ മുന്നേറ്റമാണ്. ആര് ഡീലുണ്ടാക്കിയാലും UDFും ജനങ്ങളും തമ്മിലാണ് ശരിയായ ഡീൽ നടക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MPയും വ്യക്തമാക്കി. പാലക്കാട് മത്സരം ആര് തമ്മിലെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഷാഫി പറഞ്ഞു. എന്ത് ഡീല് ആര് തമ്മിലുണ്ടാക്കിയാലും ജനങ്ങൾ UDFുമായിട്ടാണ് പാലക്കാട് ഡീല്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇതിനെതിരെ നിശിത വിമർശനവുമായി BJPയും CPMഉം രംഗത്ത് വന്നു. ഡീൽ ആരോപണം ഉയർത്തുന്നത് പോലും ഒരു ഡീലാണെന്നാണ് CPM പറയുന്നത്. ഇടതുമുന്നണി 110 സീറ്റ് നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്നയാളാണ് VD സതീശനെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ഇപ്പോഴും 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. AKയുടെ സ്മരണ ഇരമ്പുന്ന ഈ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാവും, 3ാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നീങ്ങാൻ പോവുകയാണ്. പാലക്കാട് BJP CPM ഡീലെന്ന VD സതീശന്റെ പരാമർശം അസംബന്ധമെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. വിജയസാധ്യതയെ മങ്ങലേൽപ്പിക്കാൻ മനഃപൂർവ്വം നടത്തുന്ന ആരോപണങ്ങളാണിതെന്നും EP കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് വർഗീയ ശക്തികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡീൽ ആരോപണം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ആരോപണമെന്നാണ് BJP പറയുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രചരണായുധമാക്കുന്നതിൽ 2 അഭിപ്രായവുമായി പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് വിഷയമാക്കില്ല എന്ന് റാന്നിയിലെ സ്ഥാനാർത്ഥി തോമസ് K സാമുവൽ വ്യക്തമാക്കിയപ്പോൾ അത് സജീവ ചർച്ചയാണെന്ന് ആറന്മുളയിലെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. പ്രസ്താവന തിരുത്തിയ അദ്ദേഹം ഇക്കാര്യം തോമസ് K സാമുവലിനോട് നേരിട്ട് സംസാരിച്ചെന്നും വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിക്കില്ലെന്നും ആരെയും കരിവാരിത്തേക്കാൻ താൽപ്പര്യമില്ലെന്നുമാണ് ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിലെ NDA സഖ്യകക്ഷിയായ 2020 സ്ഥാനാർത്ഥി തോമസ് K സാമുവലിന്റെ പക്ഷം. റാന്നിയിലെ വികസന മുരടിപ്പായിരിക്കും പ്രധാന പ്രചരണായുധമെന്നും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലാകും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ തൊട്ടടുത്ത മണ്ഡലമായ ആറന്മുളയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ തോമസ് K സാമുവലിന്റെ പ്രസ്താവനയെ തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു സജീവ തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് അദ്ദേഹം തിരുത്തി. ഇക്കാര്യം സ്ഥാനാർത്ഥിയെ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്തിയതായും അറിയിച്ചു. തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം രാഷ്ട്രീയമായി സജീവമാക്കി നിർത്താനാണ് BJP നീക്കം. ഈ വിഷയം വോട്ടായി മാറുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുമ്പോഴാണ് അത് വേണ്ടെന്ന് വെച്ചുള്ള റാന്നിയിലെ സ്ഥാനാർത്ഥിയുടെ നിലപാട് ചർച്ചയാകുന്നത്. എന്തായാലും വിഷയം സമവായത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിവാദ വർഗീയ പരാമർശത്തിൽ വെട്ടിലായി B ഗോപാലകൃഷ്ണൻ. ഹിന്ദു MLA പരാമർശത്തിൽ ഗുരുവായൂർ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു.
ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ ഹിന്ദു MLA പരാമർശത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടറാണ് നടപടിയെടുത്തത്. ജനപ്രാതിനിധ്യ നിയമം 1951 123/3 വകുപ്പ് പ്രകാരവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരവുമാണ് പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. വോട്ട് തേടുന്നതിനായി ജാതി അല്ലെങ്കിൽ സാമുദായിക വികാരങ്ങൾ ഉപയോഗിച്ച് അഭ്യർത്ഥിക്കാൻ പാടില്ല, പള്ളികൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള വേദിയായി ഉപയോഗിക്കരുത് എന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട്. നിലവിലേതായാലും B. ഗോപാലകൃഷ്ണന് മത്സരിക്കുന്നതിൽ തടസ്സമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF വേദികളിൽ സജീവമായി G. സുധാകരൻ. അമ്പലപ്പുഴയിൽ UDF ജനറൽ ബോഡി യോഗമായിരുന്നു ആദ്യ ഔദ്യോഗിക പരിപാടി. യോഗത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ച് സുധാകരൻ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശത്തിനും സുധാകരൻ്റെ മറുപടി ഉണ്ടായി. അതേസമയം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ G. സുധാകരനെതിരെ കടന്നാക്രമണം തുടരുകയാണ് CPM നേതാക്കൾ. CPIM വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ G. സുധാകരനെ എന്തിന് പിന്തുണയ്ക്കണം? ഇതായിരുന്നു അമ്പലപ്പുഴയിൽ ചേർന്ന UDF ജനറൽ ബോഡി യോഗത്തിൽ പ്രധാന അജണ്ട. മാറിവന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്തുണ നൽകുന്നത് അനിവാര്യതയെന്ന് നേതാക്കൾ വിശദീകരിച്ചു. UDF പിന്തുണ നേടിയ ശേഷം G. സുധാകരൻ പങ്കെടുക്കുന്ന ആദ്യ ഔദ്യോഗിക യോഗമായിരുന്നു അമ്പലപ്പുഴയിലേത്. യോഗത്തിൽ മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും കടന്നാക്രമിച്ചായിരുന്നു സുധാകരന്റെ പ്രസംഗം. സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ചെറ്റയെന്ന് വിളിയിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നായിരുന്നു സുധാകരന്റെ മറുപടി. ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ. ചെറ്റപ്പുരയും ചെറ്റക്കുടിലും പാവപ്പെട്ടവന്റെ വീടാണ്. ചെറ്റയെന്നാൽ അടിസ്ഥാന വർഗത്തിന്റെ പുരയാണ്. ആ പുരയെ ആക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഞാൻ പറയുന്നത് ആദരണീയനായ അദ്ദേഹത്തെ ഞാനൊന്നും പറയുന്നില്ല എന്ന് നിങ്ങളുടെ കൂട്ടുന്ന ചിലർക്ക് പരാതി ഞാനൊന്നും പറയുന്നില്ല. അതെൻ്റെ ഗുരുത്വമാണ്. എൻ്റെ ഗുരുത്വം വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല, നിഘണ്ടു വായിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ താൻ വിമർശിക്കും, പക്ഷേ ചീത്ത പറയില്ല. അത് തന്റെ ഗുരുത്വമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രൂക്ഷമായ വിമർശനമാണ് സുധാകരൻ ഉന്നയിച്ചത്. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല. ആരും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത് എന്നായിരുന്നു സുധാകരന്റെ ആക്ഷേപം. പിന്നെ പാർലമെന്റ് വ്യാമോഹമാണ് എനിക്ക്. മുഖ്യമന്ത്രി വരെ പറഞ്ഞെന്നാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു, അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ജയിച്ചത്. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം വന്നതോടെ ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കളെല്ലാം മണ്ഡലത്തിലേക്ക് എത്തിത്തുടങ്ങി. ഇതോടെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരും കനക്കുകയാണ്. പൊതുവേദികളിൽ സുധാകരനെ കടന്നാക്രമിക്കുകയാണ് നേതൃത്വം. എന്നാൽ മാറിയ രാഷ്ട്രീയ സ്ഥിതികൾക്ക് ഒപ്പം സുധാകരനെ ചേർത്ത് നിർത്തുകയാണ് UDF പ്രവർത്തകർ സുധാകരനൊപ്പം അണിനിരക്കുമ്പോൾ കൂടുതൽ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് സുധാകരനെതിരെ പ്രതിരോധം തീർക്കുകയാണ് CPM. അമൃത ന്യൂസ്, ആലപ്പുഴ. G. സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിച്ച് തോമസ് ഐസക്. മുഖ്യമന്ത്രി പറഞ്ഞത് സംസാര ഭാഷയിലെ ഒരു പ്രയോഗം മാത്രമാണ്, വലിയ അർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ട. MLA ആകാൻ വേണ്ടി സുധാകരൻ 60 വർഷത്തെ ഭൂതകാലം മുഴുവൻ റദ്ദാക്കിയിരിക്കുന്നു എന്നും തോമസ് ഐസക് പ്രതികരിച്ചു. അതിനപ്പുറമൊന്നും വലിയ അർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ട, സംസാര ഭാഷയിൽ ഒരു പ്രയോഗം പറഞ്ഞു എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? ഇത് വളരെ മോശമാണ് എന്നുള്ളത്. സുധാകരൻ 60 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭൂതകാലം മുഴുവൻ റദ്ദാക്കിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി വർക്കല ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ BJPയിൽ ചേർന്നു. ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് BJPയിൽ അംഗത്വം സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്മിത സുന്ദരേശനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. CPM എന്ന പാർട്ടി നേരിടുന്ന മൂല്യച്യുതിയാണ് BJPയിലേക്ക് വരാൻ കാരണമെന്നും മോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം തോന്നിയിട്ടുണ്ടെന്നും സ്മിത പറഞ്ഞു. വർക്കല മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി സ്മിത സുന്ദരേശൻ മത്സരിക്കും. ഇടതുബന്ധം അവസാനിപ്പിച്ച് മുൻ MLA കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തി. പാണക്കാടെത്തി ലീഗ് അംഗത്വം സ്വീകരിച്ചു. CPMയിൽ നേരിട്ടത് വലിയ അവഗണനയാണെന്നും PT റഹീം മുഹമ്മദ് റിയാസിനെ കൂട്ടുപിടിച്ച് കൊടുവള്ളിയുടെ വികസനം അട്ടിമറിച്ചുവെന്നും അതിനാലാണ് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എടുത്തതെന്നും കാരാട്ട് റസാഖ് പ്രതികരിച്ചു.
2016 മുസ്ലിം ലീഗുമായി ഇടഞ്ഞ കാരാട്ട് റസാഖ് ഇടതുപക്ഷത്ത് എത്തുന്നത്. തുടർന്ന് കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. എന്നാൽ കഴിഞ്ഞ 1.5 വർഷത്തോളമായി CPM പ്രാദേശിക നേതാക്കളുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കാരാട്ട് റസാഖ്. CPM ലീഗിന്റെ പ്രാദേശിക നേതാക്കളുമായി കൂട്ടുചേർന്ന് കൊടുവള്ളിയിൽ വികസനം തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. PV അൻവർ ഇടതുബന്ധം അവസാനിപ്പിച്ച സമയത്ത് കാരാട്ട് റസാഖ് മുന്നണി വിടുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ അന്ന് അത് തള്ളിക്കളഞ്ഞ കാരാട്ട് റസാഖ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ചേർത്ത് പിടിക്കുന്നതിൽ പരാജയമാണ്. MLA ആക്കിയതിന് ശേഷം പിന്നീടുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അതാണ് വഞ്ചന. ഉപാധികളില്ലാതെയാണ് റസാഖിന്റെ മടങ്ങിവരവ് എന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളും ഇല്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതേസമയം UDF ട്രെൻഡാണ് തെളിയിക്കുന്നത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരാട്ട് റസാഖിന്റെ തിരിച്ചുവരവ് കൊടുവള്ളിയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും പ്രതിഫലനമുണ്ടാക്കുമെന്ന് സ്ഥാനാർത്ഥി PK ഫിറോസ് പറഞ്ഞു. ഇത് മറ്റുള്ള ആളുകളെ പോലും സ്വാധീനിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരാൻ ഇത് സഹായകരമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വലിയ വിസ്മയം ഉണ്ടാകുമെന്നായിരുന്നു നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടി വിട്ട് നേതാക്കൾ തിരിച്ചു വരുന്നത് മലബാറിൽ ലീഗിന് വലിയ ഊർജം നൽകും. അമൃത ന്യൂസ്, മലപ്പുറം. മറ്റു വാർത്തകൾ നോക്കാം. ആഭ്യന്തര വിമാനയാത്രയ്ക്ക് നാളെ മുതൽ ചെലവേറും. ഡിസംബറിൽ ഏർപ്പെടുത്തിയ നിരക്ക് നിയന്ത്രണം വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചു. നാളെ മുതൽ വിമാന കമ്പനികൾക്ക് നിരക്ക് ഉയർത്താം. ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരക്ക് പരിധി വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചതോടെയാണ് ചെലവേറുന്നത്. ഇതോടെ വിമാന കമ്പനികൾക്ക് സ്വന്തമായി നിരക്കുകൾ നിശ്ചയിക്കാൻ കഴിയും. എന്നാൽ വിമാന കമ്പനികൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിമാനങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗിൽ 60% സീറ്റെങ്കിലും അധിക നിരക്ക് ഈടാക്കാതെ യാത്രക്കാർക്ക് ലഭ്യമാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ എതിർപ്പുമായി വിമാന കമ്പനികൾ രംഗത്തെത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഏവിയേഷൻ ടർബൈൻ ഇന്ധനവിലയിലെ വർധനവ് വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന് പരാതി ഉയർന്നിരുന്നു. ഇന്ധനച്ചെലവും പ്രവർത്തന തടസ്സവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ നിരക്ക് നിയന്ത്രണങ്ങൾ വലിയ നഷ്ടത്തിന് കാരണമാകുമെന്ന് വ്യവസായ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കുവൈറ്റ് വ്യോമപാതയ്ക്കും വിമാനത്താവളത്തിനും നേരെയുണ്ടായ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് ഔദ്യോഗിക പരാതി നൽകി. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ അപകടത്തിലാക്കുന്ന ഗുരുതരമായ നിയമലംഘനമാണ് നടന്നതെന്ന് പരാതിയിൽ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ വ്യക്തമാക്കി. ആക്രമണങ്ങൾ മൂലം നാശനഷ്ടങ്ങളും പരിക്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയും വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കുവൈറ്റിന് അധികാരമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അമേരിക്ക ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും കൂടിക്കാഴ്ച നടത്തി. മേഖലയുടെയും ലോകത്തിൻ്റെ സ്ഥിരതയിലും സുരക്ഷയിലും നിലവിലെ സംഭവവികാസങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം ഇരുവരും വിശദമായി ചർച്ച ചെയ്തു. ഗൾഫ് പര്യടനത്തിൻ്റെ ഭാഗമായി സൗദിയിലെത്തിയ ഈജിപ്റ്റ് പ്രസിഡന്റ് പ്രാദേശിക സംഘർഷങ്ങളിലെ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഈജിപ്തിൻ്റെ ഐക്യദാർഢ്യം പുനഃസ്ഥാപിക്കുന്നതിനുമാണ് പ്രാധാന്യം നൽകിയത്. കുവൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തി അറസ്റ്റിലായി. റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് 1000-ലധികം പേരെ അറസ്റ്റ് ചെയ്തുവെന്ന വ്യാജ ആരോപണം വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചതിനാണ് നടപടി. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമാണ് ഇയാൾ ശ്രമിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളും ഇയാൾ വീഡിയോയിൽ നടത്തിയിരുന്നു. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ റിയാദിലെ ഇറാൻ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സൗദി അറേബ്യ പുറത്താക്കി. മിലിറ്ററി അറ്റാഷെ, അസിസ്റ്റന്റ് മിലിറ്ററി അറ്റാഷെ, മറ്റ് 3 എംബസി ജീവനക്കാർ എന്നിവരെയാണ് പുറത്താക്കിയത്. ഇവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. സൗദിയുടെ പരമാധികാരത്തെയും സാമ്പത്തിക താൽപ്പര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളാണ് ഈ കടുത്ത നടപടിക്ക് കാരണമായത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചുവിട്ടിരിക്കുകയാണ്.
ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 മരണം. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 7 പേരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി. 6 പേരുടെ മരണമാണ് വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിച്ചത്. വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. കാണാതായ 7ാമത്തെ ആൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. സാങ്കേതിക കാരണം മൂലമാണ് അപകടമെന്നാണ് വിശദീകരണം. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാളെ കാണാനില്ല. തൃത്താല സ്വദേശികളായ ഷംല, റംല, യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഒമാനിലെ ഇൻഗാസ് നേതാവ് ലൂബിഷാദിൻ്റെ ഭാര്യയാണ് ഷംല. യൂസഫിൻ്റെ കുടുംബത്തോടൊപ്പവും പെരുന്നാളിന് യാത്ര പോയതായിരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ച വാഹനം മിന്നൽ പ്രളയത്തിൽപ്പെടുകയായിരുന്നു. ജിദ്ദ ഒഴുക്കൂർ പ്രവാസി കൂട്ടായ്മ 10ാം വാർഷികാഘോഷവും ഈദ് സംഗമവും ജിദ്ദ ദുറ വില്ലയിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ പങ്കെടുത്ത ചടങ്ങ് വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളാൽ ശ്രദ്ധേയമായി. ജിദ്ദ ഒഴുക്കൂർ പ്രവാസി കൂട്ടായ്മ 10ാം വാർഷികാഘോഷവും ഈദ് സംഗമവും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ട്രഷറർ സുൽഫിഖുറദായി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നാടിന്റെ വിശേഷങ്ങളും സാമൂഹിക വിഷയങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലെത്തിക്കുന്ന ഷാഹുൽ പെരുമ്പലായിയെ ചടങ്ങിൽ ആദരിച്ചു. ജിദ്ദയിലെ പ്രശസ്ത ഗായകരായ സോഫിയ സുനിൽ, ഷാഹുൽ, ആരിഫ് യാംബു എന്നിവരോടൊപ്പം നിരവധി ഗായകർ ചേർന്ന് ഗാനസന്ധ്യ ഒരുക്കി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. OPK പ്രസിഡന്റ് നാണി PC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഹമീദ് കൈപ്പകഞ്ചേരി ആമുഖ പ്രഭാഷണം നടത്തി. രക്ഷാധികാരികളായ മുഹമ്മദ് പെരുമ്പിലായി, ഡോക്ടർ അനൂക്കാവിൽ എന്നിവർ സംഘടനയുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. ചെയർമാൻ ഹമീദ് യാംബു, അയ്യൂബ് MC, ജസീം KC, മൻസൂർ ബാബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ വടംവലി മത്സരങ്ങൾക്ക് ഷൗക്കത്ത് ഞാറക്കോടൻ, ഷമീൽ പൂന്തല, അലി ഞാറക്കോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. വാർത്തകൾ തുടരുന്നു. അയോധ്യയിലെ ശ്രീരാമ യന്ത്രപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി തിരികെ കേരളത്തിലെത്തി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലേക്ക് പോയത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത വാക്കുകൾക്കപ്പുറമുള്ള അനുഭവമായിരുന്നു അമ്മയ്ക്കൊപ്പമുള്ള യാത്രയെന്ന് ഭക്തർ പറഞ്ഞു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിരവധി ഭക്തരാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നത്. ഇതൊരു അപൂർവ നിമിഷമാണ്. ഇതങ്ങനെ കിട്ടുന്നതല്ല. ശരിക്കും ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഒരു അമ്മയുടെ 1200 മക്കളോട് ഒപ്പം യാത്ര ചെയ്യുക, അത് ഭജന, സത്സംഗം, പിന്നെ ജപം, പിന്നെ അമ്മയുടെ കെയറിങ്, ഇതൊക്കെ നമുക്ക് ഒരു വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും തീർത്ഥയാത്ര എന്ന് പറയുന്നതാണ്. ശരിക്കും ഒരു മോക്ഷത്തിലേക്കുള്ള യാത്ര എന്ന് ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അനുഭവം. ആത്മീയ തലത്തിലും എല്ലാ തലത്തിലും ഞങ്ങളെയൊക്കെ മനസ്സിനെ വളരെ അധികം ഊർജം തന്ന ഒരു ട്രിപ്പായിരുന്നു. അമ്മയുടെ അപാരമായിട്ടുള്ള കൃപയാണ് ഞങ്ങളിലുണ്ടായത്. അമ്മയുടെ സത്സംഗവും വളരെ നന്നായിരുന്നു, വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വളരെ സന്തോഷമായിരുന്നു യാത്ര. അമ്മയുടെ കൂടെയുള്ള യാത്രയല്ലേ, വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങൾ. വളരെ നല്ല അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. വളരെ സന്തോഷിച്ചപ്പോൾ യാത്രയെക്കുറിച്ചിട്ട് വിവരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും വിവരിക്കാൻ പറ്റാത്ത അത്രയും നല്ല യാത്രയായിരുന്നു. ഏറ്റവും നല്ല യാത്രയായിരുന്നു. ഇനി ഇങ്ങനെ എപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും ഇനിയും ഇതുപോലെ പോകാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൂടെ എൻജോയ് ചെയ്തു നല്ലോണം. അമ്മ ഇസ് വെരി ബ്ലെസ്സിങ്, ഓൾറെഡി ബ്ലെസ്സിങ്.
സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് ഉയരുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ചൂട് ക്രമാതീതമായി ഉയരുന്നതിനിടയിലാണ് 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ച പൂവാട്ടുപറമ്പ്, എരഞ്ഞിക്കൽ പ്രദേശങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആനക്കുഴിക്കര സ്വദേശിനിയായ 3.5 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഇതിനുശേഷം 3 പേരിൽ കൂടി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ നടത്തിയ പരിശോധനയിൽ മറ്റ് 12 പേർക്ക് കൂടി ഷിഗല്ല ബാധിച്ചതായി സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച പൂവാട്ടുപറമ്പ്, എരഞ്ഞിക്കൽ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പെരുവയൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സമാനമായ ലക്ഷണങ്ങളോടെ മറ്റു ചിലരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. എരഞ്ഞിക്കലിലെ അങ്കണവാടിയിൽ ആരോഗ്യവകുപ്പും ആശാപ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ക്യാമ്പും ആരംഭിച്ചു. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി കിണറുകൾ ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞു. ഇതിനു പുറമെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും വിൽക്കുന്ന കടകളിൽ പരിശോധനകളും പുരോഗമിക്കുകയാണ്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 3 കടകൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകി. കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ RRTയും രൂപീകരിച്ചു. കുടുംബശ്രീ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിപുലമായ മീറ്റിംഗ് ഇന്നലെ ഇവിടെ വിളിച്ചു ചേർത്തു. അടിയന്തരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ നടപടികൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് RRT രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം ഷിഗല്ല പടരാനുണ്ടായ സാഹചര്യം കണ്ടെത്താനുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കായിക വാർത്തകൾ നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായ ഡേവിഡ് കറ്റാലയെ പുറത്താക്കി. സീസണിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ആകെ 6 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതിൽ തന്നെ ഒരു മത്സരത്തിൽ സമനില നേടുകയും ബാക്കിയുള്ള 5 മത്സരങ്ങളിൽ തോൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പോയിന്റ് ടേബിളിൽ 13ാമത്തെ സ്ഥാനമാണ് ടീമിനുള്ളത്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ക്ലബ്ബ് ISL നിന്ന് പുറത്താകാനാണ് സാധ്യത. 2026 വരെയുള്ള 1 വർഷത്തെ കരാറായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായി ഡേവിഡ് കറ്റാല ഒപ്പുവച്ചിരുന്നത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.